ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ് പാക്കറ്റിനെ കുറിച്ച് തന്നെയാണ്. ട്രാവലിംഗ് വേവ് പാക്കറ്റിനെ കുറിച്ചാണ്. നമ്മൾ ഇതുവരെയുള്ള ഡിസ്കഷനിൽ വേവ് പാക്കറ്റ് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം, പിന്നെ എങ്ങനെ ലോക്കലൈസ്ഡ് പാർട്ടിക്കിളിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനത്തെ വേവ് പാക്കറ്റ് വേണമെന്നൊക്കെയാണ് പറഞ്ഞത്. ആ സമയത്ത് നമ്മൾ സ്റ്റേഷനറി ആയ വേവ് പാക്കറ്റിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് സ്റ്റേഷനറി വേവ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ വേവ് പാക്കറ്റിൻ്റെ പൊസിഷൻ എല്ലാ സമയത്തും ഒരേപോലെ തന്നെ ആയിരിക്കും. വേവ് പാക്കറ്റ് മൂവ് ചെയ്യൂല. അതായത് ഇങ്ങനെ ഇത് x=0 ആണ്. ഇത് x= സം പൊസിഷൻ അങ്ങനെ ഉണ്ടാവും. അതായത് ഇതിപ്പോൾ ടൈം t=0 ആണെങ്കിലും 1 ആണെങ്കിലും 2 ആണെങ്കിലും ഒക്കെ ഇതേ തന്നെ ആയിരിക്കും. എല്ലാ സമയത്തും x=0 ഇങ്ങനെ തന്നെ ആയിരിക്കും. x= ഈ പൊസിഷനിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഈ വേവ് പാക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈമിനനുസരിച്ച് ഇതിൻ്റെ ഓരോ ഭാഗത്തുള്ളതും മാറിക്കൊണ്ടിരിക്കണം. ഇതിങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് തോന്നണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ട്രാവലിംഗ് വേവ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് സ്റ്റേഷനറി വേവ് പാക്കറ്റ് ആയിരുന്നു. അത് ഉണ്ടാക്കിയത് എങ്ങനെയായിരുന്നു? y രണ്ട് വേവ് ലെങ്ത്ത് ഡിഫറൻ്റായ രണ്ട് വേവുകൾ സൂപ്പർ പോസ് ചെയ്തതാണ്. അതായത് A1 cos K1x പ്ലസ് A2 cos K2x. ഇത് സ്റ്റേഷനറി വേവാണ്. കാരണം ഇതിൽ ടൈമില്ലല്ലോ. അപ്പോൾ ഇത് x= സം പൊസിഷനിൽ ഒരേ തന്നെ ആയിരിക്കും, മാറൂലല്ലോ. ടൈമിൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് സ്റ്റേഷനറി വേവാണ്. ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്ത വേവാണ്. ഇതും സ്റ്റേഷനറി വേവാണ്. രണ്ട് സ്റ്റേഷനറി വേവുകളെ അവയുടെ വേവ് ലെങ്ത്ത് വ്യത്യാസമുണ്ട്. അങ്ങനത്തെ രണ്ട് വേവുകളെ സൂപ്പർ പോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ് എന്ത്? സ്റ്റേഷനറി ആയ വേവ് പാക്കറ്റ്. ഇനി നമുക്ക് ട്രാവലിംഗ് വേവ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നോക്കാം. ഈ ട്രാവലിംഗ് വേവ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ അതുപോലെ തന്നെ തോന്നും, പക്ഷേ ഇത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇതിൻ്റെ ഉള്ളിൽ ഡോട്ടഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ t=0 ടൈം t=0 സെക്കൻഡ് ടൈം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ തുടങ്ങുന്ന സമയത്ത്, നമ്മളെ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഉള്ളിലെ ഈ ഡോട്ടഡ് ലൈൻസ് ആയിരുന്നു ഇവിടുത്തെ വേവ് പാക്കറ്റ്. t=1 സെക്കൻഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ വേവ് പാക്കറ്റ് ഇങ്ങനെ ഇങ്ങോട്ടാണ് മൂവ് ചെയ്തു. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ പീക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. പീക്ക് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് പീക്ക് ഇവിടെ എത്തി. ഓക്കെ. അപ്പോൾ ഈ വേവ് പാക്കറ്റ് എന്താണ്? ടൈമിനനുസരിച്ച് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ വേവ് പാക്കറ്റിനെ നമ്മൾ ട്രാവലിംഗ് വേവ് പാക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് അങ്ങനത്തെ ട്രാവലിംഗ് വേവ് പാക്കറ്റ് നമുക്ക് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാമെന്നാണ്. നമ്മൾ സ്റ്റേഷനറി ആയ വേവ് പാക്കറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. രണ്ട് സ്റ്റേഷനറി ആയ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തുള്ള വേവുകൾ സൂപ്പർ പോസ് ചെയ്യുക. ഇനി ട്രാവലിംഗ് വേവ് പാക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ സ്റ്റേഷനറി വേവുകളെ സൂപ്പർ പോസ് ചെയ്താൽ പോരാ, പകരം എന്ത് ചെയ്യണം? കൺസ്ട്രക്ഷനും വേണ്ടി y= രണ്ട് വേവുകളെ, സിമ്പിളായുള്ള കേസാണ് പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് രണ്ട് വേവുകളെ സൂപ്പർ പോസ് ചെയ്യണം. അപ്പോൾ A1 cos K1x ഇത് സ്റ്റേഷനറി വേവാണ്. സ്റ്റേഷനറി വേവുകളെ സൂപ്പർ പോസ് ചെയ്തതുകൊണ്ട് കാര്യമില്ല ട്രാവലിംഗ് വേവ് പാക്കറ്റ് കിട്ടാൻ. ട്രാവലിംഗ് വേവുകളെ തന്നെ സൂപ്പർ പോസ് ചെയ്യണം. അപ്പോൾ A1 cos K1x ഇതിനെ ട്രാവലിംഗ് വേവ് ആക്കൽ എങ്ങനെയാണ്? ഒരു -ωt ചേർത്താൽ മതി. ഇവിടെ K1 ഉള്ളതുകൊണ്ട് പിന്നെ ω1 എന്ന് വിളിച്ചു. പ്ലസ് ഒന്നും കൂടി വേണം സൂപ്പർ പോസ് ചെയ്യാൻ. രണ്ടാമത്തെ വേവ് ഏതാ? A2 cos. ഇതിനെ ട്രാവലിംഗ് വേവ് ആക്കൽ എങ്ങനെയാണ്? K2x -ωt. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, സെക്കൻഡ് സെമ്മിൽ പറഞ്ഞ കാര്യമാണ്. ട്രാവലിംഗ് വേവ് എന്ന് പറഞ്ഞാൽ ഈ വേവ് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പീക്ക് എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തും, ഇങ്ങോട്ടായി. അപ്പോൾ എന്താ? വേവ് ഇങ്ങനെ ആയി. സമയം കഴിയുന്നതിനനുസരിച്ച് ഇവിടെ എത്തും. കുറച്ചും കൂടി സമയം കഴിയുമ്പോൾ ഇവിടെ എത്തി. അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ട്രാവലിംഗ് വേവ്. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സൊക്കെ ഇങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താ ആലോചിക്കുക? നമ്മളെ കയറിനെ എങ്ങനെ വേവാക്കി മാറ്റിയാൽ നമ്മൾ അപ്പം ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ആയിരിക്കും ഇത് മൂവ് ചെയ്യുക. ഇതും ട്രാവലിംഗ് വേവാണ്. ഇത് സെക്കൻഡ് ട്രാവലിംഗ് വേവാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ K1 ആണ്, K2 ആണ്. രണ്ടും ഡിഫറെൻറ്റ് വേവ് ലെങ്ത്താണ്. വേർ K ഈസ് 2π/λ. അപ്പോൾ K1 എന്തായിരിക്കും? 2π/λ1. K2 എന്തായിരിക്കും? 2π/λ2. അതായത് ഇതിൻ്റെ വേവ് ലെങ്ത്ത് വ്യത്യാസമുണ്ട്, ഇതിൻ്റെ വേവ് ലെങ്ത്ത് വ്യത്യാസമുണ്ട്. വ്യത്യസ്തമായ വേവ് ലെങ്ത്തുള്ള
രണ്ട് ട്രാവലിംഗ് വേവുകളെ സൂപ്പർ പോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. എന്ത് കിട്ടും? ട്രാവലിംഗ് വേവ് പാക്കറ്റ് കിട്ടും. ഇങ്ങനെ ഇവിടെ ഒരു സ്പേസിൽ ഫിക്സ് ആയ വേവ് പാക്കറ്റ് ആവില്ല, ആ സ്പേസിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേവ് പാക്കറ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ സിംപ്ലസ്റ്റ് ആയ കേസാണ് നമ്മൾ അവിടെയും സിംപ്ലസ്റ്റ് കേസ് പറഞ്ഞിരുന്നു. സിംപ്ലസ്റ്റ് കേസ് നമുക്ക് ഇവിടെയും പറയാം. സിംപ്ലസ്റ്റ് കേസ് നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് കേസാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ A1 = A2 = A എടുത്തു. രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിട്ട് എടുത്തു. λ1 = 9 മീറ്റർ 9 യൂണിറ്റ് എടുത്തു. 9 യൂണിറ്റ്. λ2 = 11 യൂണിറ്റ് എടുത്തു. അതുപോലെ ഇവിടെ ഒമേഗ ഉണ്ടല്ലോ, kx - ωt എന്ന്. ഈ ഒമേഗയെ നമുക്ക് ഇതിൻ്റെ ഒന്നാമത്തെ വേവിൻ്റെ വെലോസിറ്റി നമ്മൾ v1 = 4 യൂണിറ്റ് പെർ സെക്കൻഡ് എടുത്തു. v2 = v1 ഒന്നാമത്തെ വേവിൻ്റെ ഈ വേവിൻ്റെ വെലോസിറ്റി എന്തെടുത്തു? 6 യൂണിറ്റ് പെർ സെക്കൻഡ് എടുത്തു. v2 4 യൂണിറ്റ് പെർ സെക്കൻഡ് എടുത്തു. യൂണിറ്റ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 6 യൂണിറ്റ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടാമത്തെ 4 യൂണിറ്റ് പെർ സെക്കൻഡ് ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ കിട്ടുന്ന ട്രാവലിംഗ് വേവ് പാക്കറ്റാണ് ശരിക്കും ഇത്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതാണ്. ഇത് കാണാതെ പഠിക്കാനല്ല, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു ഉദാഹരണം കാണിച്ചു തരാണ്. അപ്പോൾ ഇത് ഒരു സെക്കൻഡ് ടൈം = 0, t = 0 ആ വേവ് ഇവിടെ ആയിരുന്നു. അതിൻ്റെ പീക്ക്, ഈ സെൻട്രൽ പീക്ക് ഇവിടെ ആയിരുന്നു x = 0. t = 1 സെക്കൻഡ് ആവുന്ന സമയത്ത് ഇത് 15 മീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. 15 മീറ്റർ. അതായത് ഒരു ഈ വേവ് പാക്കറ്റിൻ്റെ ഈ എൻവലപ്പ് ഉണ്ടല്ലോ, ഇത് ആദ്യം ഇവിടെ ആയിരുന്നു. ഓറഞ്ച് ലൈനിൽ ആദ്യത്തെ വരക്കാം. ആദ്യത്തെ ഇവിടെ ആയിരുന്നു. അത് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ഇവിടെ എത്തി. അതായത് ആ വേവ് പാക്കറ്റിൻ്റെ എൻവലപ്പ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്? ഒരു സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനാണല്ലോ വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ വെലോസിറ്റി ഓഫ് വേവ് പാക്കറ്റ് എന്താണ്? 15 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. അതായത് നമ്മൾ ഇൻഡിവിജ്വൽ വേവിനേക്കാളും വേഗതയിലാണ് ഈ വേവ് പാക്കറ്റ് മൂവ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ മൂവ് ചെയ്യാൻ പാടുണ്ടോ? ശരിക്ക് മൂവ് ചെയ്യാൻ പാടുണ്ടോ? ഇതിന് ഇൻഡിവിജ്വൽ കമ്പോണൻറ്റുകളെ വെലോസിറ്റി 6ഉം 4ഉം ആണ്. പക്ഷേ ഇത് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന വേവ് പാക്കറ്റ് അതിനേക്കാൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു. അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. കാരണം ആദ്യം ഇവിടെ t = 0 ഇവിടെ ഒരു പീക്ക് ഉണ്ടല്ലോ. ഈ പീക്ക് ഉണ്ടാവുന്നത് t = 0 ഒന്നാമത്തെ വേവിൻ്റെയും രണ്ടാമത്തെ വേവും കൂടി സൂപ്പർ പോസ് ചെയ്യുന്നിട്ടാണ്. പിന്നെ t = 1 സെക്കൻഡ് ആകുമ്പോൾ അതേ വേവുകൾ ഇവിടെ സൂപ്പർ പോസ് ചെയ്യല്ല, വേറെ ചില ഭാഗങ്ങൾ വേറെ പീക്കുകൾ സൂപ്പർ പോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതാണിത്. ഒരേ പീക്കുകൾ ഇവിടെ എത്തുന്നില്ല, പകരം രണ്ടിൻ്റെയും വെലോസിറ്റി വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ രണ്ടും ഇവിടെ പീക്ക് ഉണ്ടാവാൻ കാരണമായ രണ്ട് വേവിൻ്റെയും അതേ കമ്പോണൻ്റ് അല്ല ഇവിടെ ഉണ്ടാക്കുന്നത്, രണ്ടാമത്തെ 1 സെക്കൻഡിൽ ഉണ്ടാക്കുന്നത്. അതായത് ഇൻഡിവിജ്വൽ വേവിൻ്റെ വേഗത ഇപ്പോൾ ഇങ്ങനെ കുറഞ്ഞാലും പ്രശ്നമില്ല. പിന്നെ ഓരോ സമയത്തും എന്ത് ചെയ്യും, ഇവിടെ ആ വലിയ പീക്ക് ഉണ്ടാവാനുള്ള രണ്ട് കമ്പോണൻറ്റ് ആ സമയത്ത് എത്തിയാൽ ഇവിടെ പീക്ക് ഉണ്ടാവും. ഇവിടെ പീക്ക് ഉണ്ടാവാൻ കാരണം എന്താ? ഇവിടെ ഒരു വലിയ പീക്ക് ഉണ്ടാവാൻ കാരണം ഒന്നാമത്തെ വേവും രണ്ടാമത്തെ വേവും സൂപ്പർ പോസ് ചെയ്തു. അപ്പോൾ രണ്ടിൻ്റെയും പീക്കുകൾ വേവ് ഇങ്ങനെ സൂപ്പർ പോസ് ചെയ്യുമ്പോൾ ഇതും കൂടി സൂപ്പർ പോസ് ചെയ്താൽ അങ്ങനെ ഒന്നുമല്ല കിട്ടുക, ഇതിൻ്റെ കൂടി എഫക്റ്റാണ് കിട്ടുക. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടിയെന്ന് വെക്കുക, ഇവിടെ കിട്ടിയെന്ന് വെക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് 15 മീറ്റർ അകലെ വീണ്ടും കിട്ടിയെന്ന് വെക്കുക. അപ്പോൾ ഇതേ സാധനങ്ങളാണോ 15 മീറ്റർ അകലെ കിട്ടുന്നത്? അല്ല, വേറെയും കൺസ്ട്രക്റ്റീവായി ഇൻ്റർഫെയർ ചെയ്യാൻ പറ്റുന്ന കമ്പോണൻറ്റുകൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് ഇൻ്റർഫെയർ ചെയ്തിട്ടാണ് ഇവിടെ കിട്ടുന്നത്. അതായത് നമ്മളെ ഇൻഡിവിജ്വൽ വേവിൻ്റെ വേഗത കുറഞ്ഞാലും പ്രശ്നമില്ല, വേവ് പാക്കറ്റ് ചിലപ്പോൾ അതിനേക്കാൾ വേഗതയിൽ ചിലപ്പോൾ മൂവ് ചെയ്യുന്നുണ്ടാവും. ഇനി ഇങ്ങനത്തെ ട്രാവലിംഗ് വേവിൻ്റെ നമ്മൾ ഇക്വേഷൻ നമ്മളിപ്പോൾ
ട്രാവലിംഗ് വേവിന് നമുക്ക് എന്തുണ്ടാവും, നമ്മളിപ്പോൾ ഒരു വേവ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അല്ലേ, ഈ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ, ഈ ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടുക, ഇതിനെ രണ്ടിനും കൂടി സം ചെയ്താൽ മതി. നമ്മൾ സിംപ്ലർ കേസാണ് പറയുന്നത്. y ഈസ് ഈക്വൽ ടു a1 എന്നുള്ളത് a1 ഈക്വൽ ടു a2 ഈസ് ഈക്വൽ ടു a എന്നടുത്തത്. അതുകൊണ്ട് a കോസ് k1 x മൈനസ് ω1t പ്ലസ് ബി അല്ല രണ്ടാമത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിട്ട് അടുത്തത്. അപ്പോൾ a കോസ് k2 x മൈനസ് ω2t. ഇത് രണ്ടും കൂടി സൂപ്പർ പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, a കോമൺ ആയിട്ട് വരും, പിന്നെ കോസ് k1 x മൈനസ് ω t പ്ലസ് കോസ് k2 x മൈനസ് ω t. കോസ് ഇത് ഏത് ഫോർമാറ്റാണ്, a കോമൺ ആയിട്ട് വരും, പിന്നെ കോസ് a പ്ലസ് കോസ് ബി ഉള്ളത്. കോസ് a പ്ലസ് കോസ് ബി എന്താ, കോസ് a പ്ലസ് കോസ് ബി ഈസ് ഈക്വൽ ടു 2 കോസ് a പ്ലസ് ബി ബൈ 2 കോസ് a മൈനസ് ബി ബൈ 2 അങ്ങനെ ഉണ്ടാവുക, കോസ് a പ്ലസ് കോസ് ബി. അത് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ, ഇവിടെ ഉള്ളിലൊരു 2 വരുമല്ലോ, ആ 2 പുറത്തെടുക്കുമ്പോൾ 2a കോസ്, ആദ്യം നമ്മൾ ഈ ടേം എഴുതി, കോസ് a മൈനസ് ബി ബൈ 2 എഴുതുമ്പോൾ എന്താ വരിക, k1 മൈനസ് k2 ബൈ 2 x പ്ലസ്, പിന്നെ ഈ ഒമേഗൻ്റെ ഡിഫറൻസ് മൈനസ് ചെയ്യുന്നതിൽ ഇപ്പോൾ ഒമേഗ ഉണ്ടല്ലോ, അപ്പോൾ ω1 മൈനസ്, ഇവിടെ ω1 ആണ് കേട്ടോ, ω1 മൈനസ് ω2, സോറി ഇവിടെ മൈനസ് അല്ലായിരുന്നു, ഇവിടെയും മൈനസ്, അപ്പോൾ ഇവിടെ മൈനസ്. അത് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ω1 മൈനസ് ω2t ബൈ 2, പിന്നെ കോസ്, പിന്നെ ഈ ടേം a ഈക്വൽ ടു ഇതാണ്, b ഈസ് ഈക്വൽ ടു ഇതാണ്. അപ്പോൾ a മൈനസ് ബി എന്ന് പറയുമ്പോൾ അങ്ങനെ കിട്ടുക. a പ്ലസ് ബി എന്താ വരിക, കോസ് k1 പ്ലസ് k2 ബൈ 2 x മൈനസ് ω1 പ്ലസ് ω2 ബൈ 2t ഇങ്ങനെ വരിക. അപ്പോൾ അത് നമ്മൾ ചുരുക്കി എഴുതുകയാണെങ്കിൽ അതിൻ്റെ സമ്മ എങ്ങനെ കിട്ടുക, 2a കോസ് ഡെൽറ്റ k1 മൈനസ് k2 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത്, ഡെൽറ്റ k ബൈ 2 മൈനസ് x മൈനസ് ഡെൽറ്റ ഒമേഗ ബൈ 2t, പിന്നെ കോസ് k1 പ്ലസ് k2 ബൈ 2 x മൈനസ് ω1 പ്ലസ് ω2t. ഇങ്ങനെയാണ് ആ കമ്പൈൻഡ് വേവ് കിട്ടുക. അപ്പോൾ ഇതിൽ എൻവലപ്പിൻ്റെ വേഗതയാണ് ഇത് എൻവലപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് ഇതെന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് പാർട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, അതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഇതുണ്ടല്ലോ, ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതില്ലേ, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന പോലെ, അതിനെ പ്രതിനിധീകരിക്കുന്ന ടേമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ആ എൻവലപ്പിനെ പ്രതിനിധീകരിക്കുന്ന, ഏത് എൻവലപ്പിനെ, ഇവിടെ നമ്മൾ എൻവലപ്പ് വരച്ചില്ലേ, ഈ വേവ് പാക്കറ്റിന് ഇങ്ങനെ ഒരു എൻവലപ്പ് ഇല്ലേ, ആ എൻവലപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ 2 വേവുകളാണ് ഉണ്ടായിരുന്നത്, കമ്പോണൻറ്റ് വേവുകൾ 2 വേവായിരുന്നു. അപ്പോൾ കമ്പോണൻറ്റ് വേവുകളുടെ വേഗത കിട്ടണമെങ്കിൽ, സപ്പോസ് നമ്മൾ ഫസ്റ്റ് കമ്പോണൻറ്റിനെ കൺസിഡർ ചെയ്തു, 2 വേവുകളല്ല ഇവിടെ ഉള്ളത്. നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഒന്നാമത്തെ വേവ് ഏതാണ്, ഇതാണ് ഫസ്റ്റ് വേവ്. ഈ വേവിൻ്റെ വേഗത എന്താണ്, v1 ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ k ആണ്. അല്ലെങ്കിൽ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ v ഈസ് ഈക്വൽ ടു ന്യൂ ബൈ ലാംഡ അല്ലേ, ന്യൂ ബൈ ലാംഡ ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. v ഈസ് ഈക്വൽ ടു ന്യൂ ബൈ ലാംഡ. ന്യൂനെ നമ്മൾ എന്ത് ചെയ്തു, 2π കൊണ്ട് മേലെ അടിയിലും എന്ത് ചെയ്തു ഗുണിച്ചാൽ എന്ത് ചെയ്യും, 2π ന്യൂ ബൈ 2π ലാംഡ.
സോറി, ചെറിയ മിസ്റ്റേക്ക് പറ്റി. നമ്മൾ വേവിൻ്റെ വെലോസിറ്റി എല്ലാവർക്കും അറിയുന്നതല്ലേ. വേവിൻ്റെ വെലോസിറ്റി കാണാൻ എങ്ങനെ വേവിൻ്റെ വെലോസിറ്റി കിട്ടുക? v ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡയാണ്. നമ്മൾ മേലെ അടിയിലും 2π കൊണ്ട് ഗുണിച്ച് നിൽക്കുക. 2π ന്യൂ പിന്നെ ലാംഡ ബൈ 2π. 2π ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഒമേഗ. 2π ന്യൂ എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. ലാംഡ ബൈ 2π എന്ന് പറഞ്ഞാൽ 1/k. 1/k ആണിത്. അതിന് നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ കെ എന്ന് കിട്ടും. ഇവിടെ ഒമേഗ, ഇവിടെ അടിയിൽ കെ. ഒമേഗ ബൈ കെ ആണ് വേവിൻ്റെ, ഇൻഡിവിജ്വൽ വേവിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ചിത്രത്തിൽ ഈ 2 കമ്പോണൻ്റ് ആണല്ലോ ഉള്ളത്. ഒന്നാമത്തെ കമ്പോണൻറ്റിൻ്റെ വെലോസിറ്റി എന്താ? ഒമേഗ 1/k, k1. ഇതിൻ്റെ വെലോസിറ്റി എന്താ? രണ്ടാമത്തെ നമ്മളെ സൂപ്പർ പോസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ വെലോസിറ്റി ഒമേഗ 2/k, v2. v1 ഈസ് ഈക്വൽ ടു ഒമേഗ 1/k. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ അതിൻ്റെ വേഗത കിട്ടണമെങ്കിൽ ഇത് എടുത്താൽ മതി. ഇതേ ബൈ ഇത്. ഇനി ആ വെയ്വ് പാക്കറ്റിൻ്റെ എൻവലപ്പ് മൂവ് ചെയ്യുന്ന വേഗത, വെലോസിറ്റി ഓഫ് വെയ്വ് പാക്കറ്റ്, വെലോസിറ്റി ഓഫ് മൂവ്മെൻറ്റ് ഓഫ് എൻവലപ്പ്. ആ വെയ്വ് പാക്കറ്റിനെ എൻക്ലോസ് ചെയ്ത എൻവലപ്പ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഉണ്ടല്ലോ, ഈ എൻവലപ്പ് ഇങ്ങനെ മൂവ് ചെയ്യല്ലേ ട്രാവലിംഗ് ആയതുകൊണ്ട്, അതിൻ്റെ വെലോസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിനെ പ്രതിനിധീകരിക്കുന്ന ടേമാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ എടുത്താൽ മതി. ഇതാണ് ഒമേഗൻ്റെ സ്ഥാനത്ത് എടുക്കുന്നത്, ഇതാണ് കെൻ്റെ സ്ഥാനത്ത് എടുക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് വെയ്വ് പാക്കറ്റ്, വേവ് പാക്കറ്റ് അല്ലെങ്കിൽ എൻവലപ്പ്, വെലോസിറ്റി ഓഫ് എൻവലപ്പ് എന്താണ്? ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഒമേഗ ബൈ 2 ബൈ ഡെൽറ്റ കെ ബൈ 2. ഇതെന്തുകൊണ്ട് അങ്ങനെ എഴുതിയത്? നേരത്തെ നമ്മൾ ഒറ്റ വേവ് ആവുന്ന സമയത്ത് വെലോസിറ്റി കിട്ടാൻ, ആ ഒരു കമ്പോണൻറ്റിൻ്റെ വെലോസിറ്റി കിട്ടാൻ ഈ ടൈമിൻ്റെ ഒപ്പമുള്ളതിനെ എക്സിൻ്റെ ഒപ്പമുള്ളതായിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്തത്. ഒമേഗ 1/k1 ചെയ്തപ്പോൾ ആ കമ്പോണൻറ്റിൻ്റെ വെലോസിറ്റി എന്നതുപോലെ ഇങ്ങനത്തെ ഈ ഒരു എൻവലപ്പിൻ്റെ ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ എൻവലപ്പ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ഇട്ടാണെങ്കിൽ ടൈമിൻ്റെ ഒപ്പമുള്ളതിനെ എക്സിൻ്റെ ഒപ്പമുള്ളതായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ ഒമേഗ ബൈ 2 ബൈ ഡെൽറ്റ കെ. നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ കെ എന്ന് കിട്ടും. ഇതാണ് എന്ത്? വെലോസിറ്റി ഓഫ് എൻവലപ്പ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുക. വെലോസിറ്റി അതായത് വേവ് പാക്കറ്റ്, ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് വേവ് പാക്കറ്റ്, എൻ്റയർ വേവ് പാക്കറ്റ്. എൻ്റയർ വേവ് പാക്കറ്റിൻ്റെ വെലോസിറ്റിയാണ് ഈ ഗ്രൂപ്പ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അത് കാണണമെങ്കിൽ ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ കെ കാണുക. അപ്പോൾ അതിനെ നമ്മളെന്ത് വിളിക്കുക? ഗ്രൂപ്പ് വെലോസിറ്റി. ഗ്രൂപ്പ് വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ വേവ് ഗ്രൂപ്പ് മൂവ്. അതിന് നമ്മൾ വി ജി എന്ന് വിളിച്ചു. വി ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ കെ. അതിൽ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റിൻ്റെ വെലോസിറ്റിയെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ്. അതിലിപ്പോൾ നമ്മൾ സമ്മ് ചെയ്തപ്പോൾ ഇത് ഒന്നാമത്തെ കമ്പോണൻറ്റ്, ഒന്നാമത്തെ വേവ് കമ്പോണൻറ്റ് ഇതാണ്, രണ്ടാമത്തെ വേവ് കമ്പോണൻറ്റ് ഇതാണ്. അപ്പോൾ ഇതിനെ ഇൻഡിവിജ്വലായി ഓരോ കമ്പോണൻറ്റിൻ്റെ വെലോസിറ്റിയെ നമ്മൾ ഫേസ് വെലോസിറ്റി എന്ന് വിളിക്കും. ഫേസ് വെലോസിറ്റി വി പി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. ഓക്കെ, നമ്മളിപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? നമുക്ക് പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ വേവ് വേണം. അത് ഡി ബ്രോഗ്ലി വേവ് ആണ്. അപ്പോൾ ഇവിടെ ഡി ബ്രോഗ്ലി വേവുകൾ ഫോം രൂപം കൊടുക്കുന്ന വേവ് പാക്കറ്റുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അത് ഓർത്ത് നിൽക്കുക. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന വേവൊക്കെ എന്താണ്? ഡി ബ്രോഗ്ലി വേവാണ്. ഇതെന്ന് പറഞ്ഞാൽ ജനറലായിട്ട് ഇങ്ങനെയാണ് വേവിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഡി ബ്രോഗ്ലി വേവാണ് വേണ്ടത്. ഡി ബ്രോഗ്ലി വേവ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനൊക്കെ എല്ലാവർക്കും അറിയാം. എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.